ഒബീഡിയന്റ് മകളാണ് എന്ന് അഞ്ജു പറഞ്ഞു. കൂട്ടത്തിലെ കുറച്ച് കുറുമ്പത്തിയാണ് അനു. നമ്മളെ സത്യം പറഞ്ഞാൽ ദൃശ്യം ഈ 13 വർഷമായി എന്ന് നമുക്ക് തോന്നുന്നത് അനുവിനെ കാണുമ്പോഴാണ്. കാര്യം ആദ്യം തുടങ്ങുമ്പോൾ യൂണിഫോം എനിക്കൊന്ന് പിനാഫോറൊക്കെ ഇട്ട് ഫ്രോക്കൊക്കെ ഇട്ട് ഹെയർ ബോക്ക് വെച്ചിട്ടുള്ള ഒരു കൊച്ചു കുട്ടിയായിരുന്നു. ആ കൊച്ചുകുട്ടിയാണ് ഇപ്പോൾ അനുവിനെ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ നമ്മൾ ക്യാരക്ടറിനെ നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നോർമൽസിയിലേക്ക് എത്തിയത് അനുവിൻ്റെ ക്യാരക്ടറായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും എന്നൊക്കെ സിനിമയിൽ തന്നെ പറയുകയുണ്ടായി. എന്നിരുന്നാലും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് പോലും ഒപ്പം നിൽക്കുന്നവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി, ആ ഒരു സൗഹൃദത്തെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ഇതിൻ്റെയൊക്കെ അവസാനത്തിലാണ് നമ്മൾ സിനിമ അവസാനിച്ചത്, ദൃശ്യം 2 അവസാനിച്ചത്. ദൃശ്യം 3ലേക്ക് വരുമ്പോൾ ഇത്രയും കാലം സംഭവിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ അനുവിൻ്റെ ലൈഫിലെ നോർമൽസിനെ ബാധിച്ചോ, അതോ അനുവിനും ഭയം വന്ന് തുടങ്ങിയോ ദൃശ്യം 3ലെത്തിയപ്പോൾ? Good evening everybody. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. I'd like to say a few words before jumping into the question, if you don't mind. So, ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് ജേർണി, 13 years, എസ്പെഷ്യലി വെൻ ഐ ലുക്ക് അറ്റ് മൈ സെൽഫ് ഓൺ ദ സ്ക്രീൻ. വളരെ കുഞ്ഞായിട്ട് ഇരുന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാരിയൊക്കെ കൊടുത്ത് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഐ എം ജസ്റ്റ് റിയലൈസിങ് ഓക്കെ വാവ്. സോ ഞാനെന്നും ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഫോർ മീ ഇറ്റ്സ് ഗോയിങ് ടു ബി മൈ ലൈഫ് ബിഫോർ ദൃശ്യം ആൻഡ് ആഫ്റ്റർ ദൃശ്യം, ബിക്കോസ് എവറിതിങ് ചേഞ്ച്ഡ്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരുന്നു. സോ ഐ ജസ്റ്റ് വുഡ് ലൈക്ക് ടു സേ താങ്ക് യു ടു ജീതു അങ്കിൾ ആൻഡ് ആന്റണി അങ്കിൾ, ബിക്കോസ് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് ലൈഫിൽ നിന്നും. കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, അനു ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽസി എന്ന് പറയുന്നൊരു സാധനം ഇല്ല ഫാമിലിയിൽ എനിമോർ. കാരണം ഒരു ക്രൈം ചെയ്തു, അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനു മേലൊന്ന് കള്ളങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക, അതിനിങ്ങനെ എന്താ പറയുക കോൺസ്റ്റന്റ്ലി ഫൈറ്റിംഗ് ടു നോട്ട് ഗോ ടു ജയിൽ. അപ്പോൾ അതിന് നമ്മൾ പേ ചെയ്യുന്ന പ്രൈസാണ് ഈ പറയുന്ന ഫിയർ അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത്. ശരിയാണ്, അനുവിനെ നോക്കി കാണുമ്പം ഒരു വിധത്തിൽ ടീനേജറായി, അതിൻ്റെ ടാൻട്രംസ് ഉണ്ട്, ഒരു നോർമലായി എന്ന് വിശ്വസിക്കാം. ബട്ട് ഡീപ്പ് ഡൗൺ എല്ലാ ദിവസവും പേടിയാണ്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാലോ. അതേപോലെ തന്നെ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട, സുഹൃത്തുക്കളാണെങ്കിലും. ബിക്കോസ് ടീനേജറാണ്, അല്ലെങ്കിൽ ഇപ്പം തേർഡിലേക്ക് വരുമ്പോൾ അഡൾട്ടാണ്. ഈ പറയുന്ന ഒരു നോർമൽ ലൈഫ് എല്ലാവരും ആഗ്രഹിക്കും, പക്ഷെ അതുണ്ടോ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ബട്ട് അഗൈൻ ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു, ഒരു ഇളയ കുട്ടി കുറുമ്പത്തി എന്നുള്ളത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആക്കാനും ചിരിപ്പിക്കാനും അല്ലെങ്കിൽ അമ്മയോട് എപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടാനും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ് അനു ഇതിനകത്ത്. ബട്ട് ഡീപ്പ് ഡൗൺ ഇൻസൈഡ് ആ പേടി എന്നും ഉണ്ട് അനുയുടെ മനസ്സിലും. ആൻഡ് ജോർജ് കുട്ടി പറയുന്ന പോലെ ഒരു കാര്യം ചെയ്തു, തിങ്സ് യു ഡു ഫോർ ലവ് ആൻഡ് we're paying the price for it. അപ്പോൾ പേടിയൊന്നും ഉണ്ട്, അതങ്ങനെ ഇങ്ങനെ ഒന്നും പോയില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ബിക്കോസ് വി ലവ് ഈച്ച് അതർ സോ മച്ച്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, ലാലങ്കർ പറഞ്ഞ പോലെ ചോദ്യങ്ങളുണ്ട് അനുവിന്, ഇനി എങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ കാണുന്നവരെ സംബന്ധിച്ചറിയാം, അല്ലെങ്കിൽ ജോർജ് കുട്ടി ഇതൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ വീട്ടിലുള്ള ഒരാൾക്കും അറിയില്ല എന്തൊക്കെയാണ് ജോർജ് കുട്ടി ചെയ്യുന്നത് പുറത്ത് പോയിട്ട് എന്നുള്ളത്. അപ്പോൾ തേർഡിലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ അനു കുറച്ചുകൂടെ മെച്ചുവേർഡായി. ചേച്ചി ഒരു പൊടിക്ക് സൈലന്റ് ആണെങ്കിൽ അനു ഒരു പൊടിക്ക് എന്താ പറയുക, എല്ലാത്തിനും ചോദ്യങ്ങളുണ്ട്, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആൻസേഴ്സ് സീക്ക് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ഈ പറയുന്ന പോലെ യങ് ആണ്, അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡീപ് ഡൗൺ വി ഓൾ ലവ് അവർ ഫാമിലി സോ മച്ച്, ജോർജ് കുട്ടിയും കുടുംബവും. അപ്പം നമ്മൾ അതിനെ എങ്ങനെ അതിൽ നിന്ന് സെയിൽ ത്രൂ ചെയ്യുന്നു എന്നുള്ളതാണ് 3ല്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. താങ്ക് യു വെരി മച്ച്.